ദിവസേന നൂറുകണക്കിന് പേർ തെരുവുനായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. സ്കൂൾ പരിസരത്തും ബസ് സ്റ്റാൻഡിലും നടുവഴിയിലും മാത്രമല്ല, വീട്ടുമുറ്റത്ത് പോലും ജനങ്ങൾ സുരക്ഷിതരല്ല. വർഷങ്ങളായി തെരുവുനായ്ക്കൾ മലയാളികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി തീരുകയാണ്. ദിവസം കഴിയുന്തോറും ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. തെരുവുകളിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും മാലിന്യം തള്ളുന്നതും വളർത്തുനായ്ക്കളെ റോഡിനരികിൽ ഉപേക്ഷിക്കുന്നതും എല്ലാം തെരുവുനായ ശല്യം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ നായയുടെ കടിയേറ്റവരുടെയും അതുമൂലം മരിച്ചവരുടെയും കണക്കുകൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2021 കണക്കുകളനുസരിച്ച് 2,21,379 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. ഇതിൽ 11 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2022 കണക്കുകൾ നോക്കിയാൽ തെരുവുനായയുടെ കടിയേറ്റവരുടെ എണ്ണം 2,88,866 മരണം 27 വർദ്ധിച്ചിട്ടുണ്ട്. 2023 തെരുവുനായയുടെ കടിയേറ്റവരുടെ എണ്ണം 3,06,427 ഉയർന്നു. ഇതിൽ 25 പേരാണ് മരിച്ചിട്ടുള്ളത്. 3,16,793 വലിയ വർധനവാണ് 2024 കടിയേറ്റവരുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നത്. ഇതിൽ 26 പേരാണ് കടിയേറ്റ് മരിച്ചത്. എന്നാൽ 2025 തെരുവുനായ കടിയേറ്റവരുടെ എണ്ണം 2,52,561 കുറഞ്ഞെങ്കിലും മരണം 29 വർദ്ധിച്ചു. വർഷങ്ങൾ കഴിയുന്തോറും കൂടി വരുന്ന ഈ കണക്കുകൾക്ക് അന്ത്യം വരുത്തുന്നതിന് വേണ്ടി മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് ABC പ്രോജക്റ്റും അതുപോലെ തന്നെ പേവിഷ പ്രതിരോധ കുത്തിവെപ്പും കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ കാവ എന്ന NGO ആണ് കൊല്ലം കോർപ്പറേഷൻ പരിസരങ്ങളും പഞ്ചായത്ത് വാർഡുകളിലും പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് തെരുവുനായ്ക്കളിൽ ഏറ്റെടുക്കാമെന്ന് കരാർ തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തെ തെരുവുനായ്ക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ABC പ്രോജക്റ്റും പേവിഷ പ്രതിരോധ കുത്തിവെപ്പും ഇതുപോലുള്ള പരിപാടികൾ ആവശ്യമാണ്. നായ്ക്കൾക്ക് വേണ്ടിയുള്ള ഈ ഒരു വാക്സിൻ കൊല്ലത്ത് എത്ര നാളായിട്ട് നടന്നു വരുന്നു? നമ്മുടെ കൊല്ലത്ത് ഇപ്പോൾ 2 വർഷമായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു NGO ആണ്, ആനിമൽ വെൽഫെയർ NGO ആണ്. കാവ എന്നാണ് സംഘടനയുടെ പേര്, കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ. ഇത് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ നടത്തി വരുന്നത് IIL-ന്റെ CSR ഫണ്ട് വെച്ചിട്ടാണ്. ഇപ്പം കോർപ്പറേഷനിൽ കൂടാതെ നമ്മൾ 5 പഞ്ചായത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് മാത്രമായിട്ട്. പിന്നെ ബാക്കി ഇപ്പം കോർപ്പറേഷൻ സെക്കൻഡ് റൗണ്ടാണ്. വലിയ കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് തരത്തിലുള്ള റിസ്കുകളുണ്ട്. ആ റിസ്കിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ വാക്സിനേഷൻ എന്ന് വരുന്നത് നമുക്കൊരു ടീം പോലെയാണ്. 4 ക്യാച്ചേഴ്സ്, ഒരു പാരാവെറ്റ്, പിന്നെ ഒരു ഡ്രൈവർ, ഒരു ഡേറ്റ കളക്ടർ. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വാക്സിനേഷന് പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ 5:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലും ചെല്ലുമ്പം ആളുകൾ നമ്മൾ ഡോഗിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് പട്ടിയെ കൊല്ലാൻ കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ വന്ധീകരിക്കാൻ കൊണ്ടുവന്നാണെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ അവരെ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് വാക്സിനേഷനാണ്, അതിൻ്റെ ഇന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഓരോ ഏരിയയിൽ നമ്മൾ പോകുന്നത്. ചിലർ നല്ല നമുക്കായിട്ടുള്ള ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഉള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചെയ്ത ഡോഗ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നോർമലി അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ ഡോഗ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, ആനിമൽസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹാമിനും നമ്മുടേനും ഹാംലെസ് ആയിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ വാക്സിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് ഫോർഹെഡിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ ആ വാക്സിൻ എടുത്തതിനെ നമുക്ക് തിരിച്ചറിയാനെ കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മൃഗങ്ങൾക്കും മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ സമാധാനവും സന്തോഷമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്.
പക്ഷേ അത് മനുഷ്യരുടെ ജീവന് ആപത്ത് വരാതെ എന്ന് മാത്രം. ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് വലിയ നേതാക്കന്മാരെയും വലിയ രാഷ്ട്രീയ പ്രവർത്തകരെയും ഓർമ്മിപ്പിക്കാം എന്ന് ക്യാമറമാൻ മയൂക്കിനോടൊപ്പം ഋതിക സിയ, റിപ്പോർട്ടർ ഇന്നസെന്റ്.